Hello students. Now we define the concept of choice functions. The concept is known to us. We have the product space x equal to product xi. X equal to product xi ൽ നമ്മളൊരു പോയിന്റ് x element of x എടുക്കുകയാണെന്ന് വിചാരിക്കുക. Product xi, I is arbitrary. If we have the coordinate space x1, we have a point as a coordinate of this point x element of x. ഈ x1ൽ നിന്ന് നമ്മൾ ഒരാളെ ശരിക്കും ചൂസ് ചെയ്യുന്നുണ്ട്. ചോയ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സിലെ പോയിന്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് ഓഫ് വണ്ണിന്റെ ചോയ്സ് ഈ x1ൽ നിന്നാണ്. അതുപോലെ എക്സ് ഓഫ് ടുവിന്റെ ചോയ്സ് ഈ x2ൽ നിന്നാണ്. 1 2 എന്നല്ല പറയണ്ടേ. എക്സ് ഓഫ് ഐ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഇസ് എ ചോയ്സ് ഫ്രം ദ ക്യാപിറ്റൽ എക്സ് ഐ. ക്യാപിറ്റൽ എക്സ് ഐയിൽ നിന്നുള്ള നമ്മളൊരു ചോയ്സ് ആണ് നമ്മൾ എക്സ് ഓഫ് ഐ എന്ന് എഴുതുക. അത് ഒരർത്ഥത്തിൽ ഒരു പോയിന്റ് ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുക്കുമ്പം അതിന്റെ ഓരോ കോർഡിനേറ്റിനെ പറ്റി പറയുന്നത്. തിരിച്ച് ക്യാപിറ്റൽ x1ൽ നിന്ന് നമ്മളൊരു ചോയ്സ് x1 എന്നൊരു പോയിന്റ് നമ്മുടെ ചോയ്സ് അനുസരിച്ച് എടുത്തു. ക്യാപിറ്റൽ x2ൽ നിന്ന് നമ്മളൊരു പോയിന്റ് നമ്മുടെ ചോയ്സ് അനുസരിച്ച് എടുത്തു. 1 2 എന്നല്ല പറയണ്ടേ. ക്യാപിറ്റൽ എക്സ് ഐയിൽ നിന്ന് നമ്മളൊരു ചോയ്സ് എടുത്തു. അതെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ ഈ x1 x2 xn എല്ലാം കൂടെ എഴുതാം. അല്ലെങ്കിൽ xi's എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്യാം. അതിന് എണ്ണെണ്ണം ഉണ്ടായിരുന്നില്ലെങ്കിൽ n ട്യൂപ്പിള്. ഇപ്പൊ എത്ര ഐ എലമെന്റ് ഓഫ് ഐ ഉണ്ടോ എക്സ് ഐ എല്ലാം കൂടെ ചേർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ചോയ്സസ് എല്ലാം കൂടെ നമ്മൾ കൂട്ടി വെച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു എക്സ് എലമെന്റ് ഓഫ് എക്സ് ആയിരിക്കും. പ്രോഡക്റ്റ് സ്പേസിലെ ഒരു പോയിന്റിനെ കിട്ടും. പ്രോഡക്റ്റ് സ്പേസിലെ ഒരു പോയിന്റ് ഓരോ കോർഡിനേറ്റ് സ്പേസിലെയും ചോയ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓരോ കോർഡിനേറ്റ് സ്പേസിൽ നമ്മൾ ചോയ്സ് എടുത്ത് കൂട്ടി വെച്ചാൽ പ്രോഡക്റ്റ് സ്പേസിലെ ഒരു എലമെന്റ് കിട്ടുന്നു. സോ എ മെമ്പർ ഓഫ് പ്രോഡക്റ്റ് സ്പേസ് എക്സ് ഈസ് കോൾഡ് എ ചോയ്സ് ഫംഗ്ഷൻ. ആ അർത്ഥത്തിൽ നമ്മൾ പ്രോഡക്റ്റ് സ്പേസിലെ ഒരു പോയിന്റിനെ ചോയ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഡെഫിനിഷൻ ആയിട്ട് വല്ലതും ചോയ്സ് ഫംഗ്ഷൻ ചോദിച്ചെങ്കിൽ എന്നുള്ളത് ഓർത്തിട്ടാണ്. ഡു ചോയ്സ് ഫംഗ്ഷൻ നെസസറിലി എക്സിസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യനൊക്കെ ഇതിനിടയ്ക്കുണ്ട്. അങ്ങനെയൊക്കെ ചോയ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. ഇനി നമുക്കൊരു ഇൻഡെക്സ് സെറ്റ് ഐ എലമെന്റ് ഓഫ് ഐ ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ എക്സ് ഐ സച്ച് ദാറ്റ് ഐ എലമെന്റ് ഓഫ് ഐ സെറ്റ്സ് ഫോം ചെയ്യാം. അതുപോലെ നമുക്ക് വേറെ x1 പകരം ഒരു y1 എടുത്തു വെക്കാം. അപ്പൊ yi സച്ച് x2 പകരം ഒരു y2 എടുത്തു വെക്കാം. xn ആണ് ഇൻഡെക്സ് സെറ്റ് എങ്കിൽ 1 2 എക്സെട്ര n ആണ് ഇൻഡെക്സ് സെറ്റ് എങ്കിൽ x1 x2 xn സെറ്റ്സ് വെച്ച് നമുക്കൊരു കളക്ഷൻ ഫോം ചെയ്യാം. y1 y2 yn വെച്ച് നമുക്കൊരു കളക്ഷൻ ഫോം ചെയ്യാം. അപ്പൊ xi's indexed family over I, yi's another indexed family over I. If there exists a bijection from f1 from x1 to y1, ഒരു ബൈജക്ഷൻ അല്ല. അപ്പം f2 ഫ്രം x2 to y2, fn ഫ്രം xn to yn എണ്ണം ഉള്ളെങ്കിൽ അങ്ങനെ ഈ ഇൻഡെക്സ് സെറ്റിൽ fi ഫ്രം xi to yi ഫോർ ഓൾ i എലമെന്റ് ഓഫ് i. ഇങ്ങനെ ബൈജക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഐ എലമെന്റ് ഓഫ് ഐയിൽ എല്ലാത്തിനും ബൈജക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ദെൻ ദർ ഈസ് എ ബൈജക്ഷൻ ബിറ്റ്വീൻ പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് xi ഐ എലമെന്റ് ഓഫ് ഐ. നമ്മൾ വേറൊരു ഇൻഡെക്സ്ഡ് കളക്ഷൻ ഓവർ ഐ പറഞ്ഞിട്ടില്ലേ, yi. പ്രോഡക്റ്റ് yi ഐ എലമെന്റ് ഓഫ് ഐ. ഇവര് തമ്മിൽ ഒരു ബൈജക്ഷൻ ഉണ്ടാവും. ലെറ്റ് ദാറ്റ് ബി ഡിനോട്ടഡ് ബൈ എഫ്. മറ്റേതിനെ fi എന്നല്ല വിളിച്ചത്. എഫ് ഫ്രം പ്രോഡക്റ്റ് xi ടു പ്രോഡക്റ്റ് yi ഈസ് എ ബൈജക്ഷൻ. അങ്ങനെയും ഒരു ബൈജക്ഷൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ബൈജക്ഷൻ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ, മറ്റേടത്തെല്ലാം ബൈജക്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ പ്രോഡക്റ്റ് എക്സ് ഐ എന്ന് എക്സ് എടുത്തു. എഫ് എക്സ് ഡിഫൈൻ ചെയ്യണം. പ്രോഡക്റ്റ് എക്സ് ഐയിലെ മെമ്പറിന് കോർഡിനേറ്റ്സ് ഉണ്ട്. ആ പ്രോഡക്റ്റ് എക്സ് ഐയിലെ മെമ്പറിനെയാണ് ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. ഇപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇതാണ് ഡൊമൈൻ എഫ് എക്സ്. പക്ഷെ അത് എവിടെയാണ് കിടക്കുന്നത്? ഇമേജ് എഫ് എക്സ് ലൈസ് ഇൻ പ്രോഡക്റ്റ് വൈ ഐ, പ്രോഡക്റ്റ് ഐ എലമെന്റ് ഓഫ് ഐ വൈ ഐ. ഇവിടെയാണ് എഫ് എക്സ് കിടക്കുന്നത്. അവിടെയാണ് എഫ് എക്സ് കിടക്കുന്നെങ്കിൽ അതിനും കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എഫ് എക്സ് കോർഡിനേറ്റ്സിന്റെ എണ്ണം എന്ന് പറയാമോ എന്നറിയത്തില്ല. ഇൻഡെക്സ് സെയിം ആണ്. ഇൻഡെക്സ് ഒരേ സെറ്റിൽ നിന്ന് എടുത്ത് എഫ് എക്സ് ഓഫ് ഐ നമുക്ക് പറയണം. അത് പറയാനൊരു മാർഗം എന്താ ഉള്ളത്? നമ്മുടെ ബൈജക്ഷൻ എഫ് ഐ ഫ്രം എക്സ് ഐ ടു വൈ ഐ ഉണ്ട്.
പിന്നെ ഇതെവിടെയാണ് കിടക്കേണ്ടത്? പ്രോഡക്റ്റ് വൈ ഐയിൽ. ഓരോ കോർഡിനേറ്റ്സും വൈ ഐ കിടക്കണം. അപ്പൊ നമുക്കിത് FI ഫ്രം XI ടു YI ഉപയോഗിക്കാം. എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എക്സ് ഐയിലെ എലമെന്റ് ഉണ്ട്. അതിന്റെ ith കോർഡിനേറ്റ് x(i) ഉണ്ട്. നമുക്ക് x(i) XIയിലെ എലമെന്റ് ആണ്. x(i) എലമെന്റ് ഓഫ് XI. x(i) XIയിലെ എലമെന്റ് ആണ്. FI ഫ്രം XI ടു YI ആണ്. അപ്പൊ നമുക്ക് FI ഇവിടെ അപ്ലൈ ചെയ്യാം. FI ഓഫ് x(i). FI ഈസ് എ ഫംഗ്ഷൻ ഫ്രം XI ടു YI. FX എഴുതിയപ്പോൾ നമുക്ക് x ഉണ്ട്. x(i) XIയിലെ പോയിന്റ് ആണെന്ന് നമുക്കറിയാം. XI ടു YI FI ഉണ്ട്. XIയിലെ പോയിന്റ് x(i)ക്ക് നമ്മൾ FI അപ്ലൈ ചെയ്യുന്നു. FI ഓഫ് x(i). FI ഓഫ് x(i) ഈ ആൾ എവിടത്തെയാ? ഇത് YIയിലെ എലമെന്റ് ആണ്. ഇത് YIയിലെ എലമെന്റ്. അങ്ങനെയാണ് നമ്മൾ F ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പോയിന്റ് എക്സിന് വേണം F പറയാൻ. അപ്പൊ FX ആ പറയേണ്ടത്. FX പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ് XIയിലെ എലമെന്റ് ആയതുകൊണ്ട് അതിന് കോർഡിനേറ്റ്സ് അല്ല, FX പറയണമെങ്കിൽ FX കിടക്കുന്ന പ്രോഡക്റ്റ് YIയിലാണ്. അപ്പൊ അതിന്റെ ith കോർഡിനേറ്റ് പറയണം. FX ഓഫ് I. അതിന്റെ ith കോർഡിനേറ്റ് YIയിലാകുന്നത് പോലെ നമുക്ക് ബൈജക്ഷനെ ഉപയോഗിച്ച് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. FX ഓഫ് I ഈക്വൽ ടു FI ഓഫ് X ഓഫ് I എന്ന് ഡിഫൈൻ ചെയ്യാം. ഫോർ ഓൾ I എലമെന്റ് ഓഫ് I. ഫോർ ഓൾ I. ഇതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച. X ഓഫ് I ഈക്വൽ ടു FI ഓഫ് X ഓഫ് I ഫോർ ഓൾ I എലമെന്റ് ഓഫ് I. അപ്പൊ ഇങ്ങനെ ഒരേ ഇൻഡെക്സ് സെറ്റിൽ രണ്ട് കളക്ഷൻസ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തമ്മിൽ x1 y1 x2 y2 അങ്ങനെ ബൈജക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് XIയും പ്രോഡക്റ്റ് YIയും തമ്മിൽ ഒരു ബൈജക്ഷൻ ഉണ്ട്. ബൈജക്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇത് ബൈജക്ഷൻ ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാം. മറ്റേത് ബൈജക്ഷൻസ് ആയതുകൊണ്ട് ഇത് ബൈജക്ഷൻ ആണെന്ന് 1 1 1 എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഇത് മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ഇപ്പൊ പറഞ്ഞത് തന്നെ. അടുത്ത കാർഡിനൽ നമ്പർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. കാർഡിനാലിറ്റി ഓർ കാർഡിനൽ നമ്പർ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ കാർഡിനൽ നമ്പർ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കാർഡിനൽ നമ്പർ ഓഫ് ദ പ്രോഡക്റ്റ് I എലമെന്റ് ഓഫ് I XI. ഇതിന്റെ കാർഡിനൽ നമ്പറിനെ പറ്റിയാണ് ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്. നമുക്കൊരു ഇൻഡെക്സ്ഡ് ഫാമിലി ഓഫ് കാർഡിനൽ നമ്പേഴ്സ് ആൽഫ I സച്ച് ദാറ്റ് I നമ്പേഴ്സ് ആണ്. കാർഡിനാലിറ്റി ആയിട്ട് വരാൻ പറ്റുന്ന നമ്പേഴ്സ്. ആൽഫ I സച്ച് ദാറ്റ് I എലമെന്റ് ഓഫ് I be an indexed family of cardinal numbers. ഇത് കാർഡിനൽ നമ്പേഴ്സ് ആണ്. Then its product I element of I alpha I. Product alpha I is defined to be the cardinal number of the product XI. Alpha is a cardinal numbers ആണെങ്കിൽ product XI ആണ് cardinal number of product alpha I ആണ് cardinal number of product XI. Each XI is cardinality alpha I. XIയുടെ cardinality has cardinality alpha I. Product XIയുടെ cardinality product alpha I എന്ന് എഴുതണമെങ്കിൽ XI has cardinality alpha I. ഇതാണ് കാർഡിനൽ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. വേറെ അധികമൊന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല. റിസൾട്ടുകളൊക്കെ പലതും വേണമെങ്കിൽ ചെയ്യാനുള്ളതുണ്ട്. അടുത്ത വരുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പ്രോഡക്റ്റിൽ എല്ലാ സെറ്റുകളും സെയിം ആകുമ്പോൾ പ്രോഡക്റ്റ് XI എങ്ങനെ എഴുതാം? എല്ലാ XIയും XI ഈക്വൽ ടു Y എന്നാകുമ്പോൾ x1 ക്രോസ് x2നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? Y ക്രോസ് Y എന്ന് എഴുതാം. അതിനെ നമ്മൾ Y സ്ക്വയർ എന്ന് വിളിക്കാറുണ്ട്. R2 എന്ന് നമ്മൾ പറയുന്ന റിയൽ ലൈനിന്റെ 2 കോപ്പി. അതുപോലെ Yയുടെ 2 കോപ്പിയാണ് Y സ്ക്വയർ. ഇത് ആർബിട്രറി ഇൻഡെക്സ്ഡ് സെറ്റിനും ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റ് XIയിൽ എല്ലാ XIയും Y ആകുമ്പോൾ ആർബിട്രറി ഇൻഡെക്സ് സെറ്റ് I ആണെങ്കിൽ നമ്മൾ അതിനെ Y പവർ I, ഇത് രണ്ടെണ്ണേ ഉള്ളൂ, Y സ്ക്വയർ എന്ന് വിളിക്കും. അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ എഴുതുന്ന നടത്തില്ല. 3 ഉള്ളപ്പോൾ Y ക്യൂബ് എന്ന് വിളിക്കും. ആ നമ്പർ അല്ല I ഈസ് ദ ഇൻഡെക്സ് സെറ്റ്. ഇൻഡെക്സ് സെറ്റ് റിയൽ ലൈൻ ആണെങ്കിൽ നമ്മൾ Y പവർ R എന്ന് എഴുതേണ്ടി വരും. അതുപോലൊരു നൊട്ടേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ each product space is a copy of Y, and if the index set is I, how many copies are taken എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ Y raised to I. Y raised to I എന്നൊക്കെ ഇതിനെ പറയുന്നത്. Product of I many copies എന്നൊക്കെ പറയും.
പ്രോഡക്റ്റ് ഓഫ് 2 കോപ്പീസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രോഡക്റ്റ് ഓഫ് ഐ മെനി കോപ്പീസ്. എണ്ണമല്ല ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഡെക്സ് സെറ്റ് ഏതാണ്. ഓർ y റൈസ്ഡ് ടു ith പവർ ഓഫ് y, nth പവർ ഓഫ് സെക്കൻഡ് പവർ ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ ith പവർ ഓഫ് y റൈസ്ഡ് ടു y റൈസ്ഡ് ടു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോപ്പീസ് സെയിം ആകുമ്പോൾ പറയുക. ഇനി രണ്ട് ഇൻഡെക്സ് സെറ്റ് ഐയും ജെയും ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടാണ് ഇനി ചെയ്യാനുള്ളത്. y റൈസ്ഡ് ടു അപ്പോൾ ഒരു സെറ്റ് കിട്ടും, അതിനെ വീണ്ടും റേസ് ചെയ്യാണ്, റേസ്ഡ് ടു ജെ, 2 ഇൻഡെക്സ് സെറ്റ്സ് ഐ ആൻഡ് ജെ. y റേസ്ഡ് ടു റേസ്ഡ് ടു ജെ ഈക്വൽ ടു y റേസ്ഡ് ടു i ക്രോസ് j up to a bijection. This result we have to prove. Y raised to j equal to y raised to i cross j. ഈ റേസ് ചെയ്യുന്നത് ഒരേ കോപ്പി തന്നെയാണ് പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് xi എല്ലാം y ആകുമ്പോഴാണ് i എലമെന്റ് ഓഫ് i, അന്നേരമാണ് y റേസ് ടു i കിട്ടുക. അതുപോലെ y റേസ് ടു ജെയും കിട്ടും. y റേസ് ടു i റേസ് ടു j ഈക്വൽ ടു y റേസ് ടു i ക്രോസ് j എന്നുള്ള ഒരു ചെറിയ റിസൾട്ട് കൂടിയാണ് ഇതിൽ അവശേഷിപ്പിക്കുന്നത്. മറ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ.